ഹായ് മക്കളെ, ഇറ്റ്സ് മീ ഹിഷാം ഫ്രം എജുബ്ലിറ്റ്സ് ലേണിംഗ്. അപ്പൊ നമ്മള് കെമിസ്ട്രിയിലെ ഒരു 5 ക്വസ്റ്റ്യൻ നമുക്ക് CUET NCET എക്സാമുകൾക്ക് പ്രധാനമായിട്ടും വേണ്ടത് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാ NCET CUET എക്സാമുകൾക്ക് നിർബന്ധമായിട്ടും വേണം. കാരണം മെയിൻ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കേണ്ടത്. അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടും ഏത് ഏരിയയിൽ നിന്നാണ് കെമിസ്ട്രിയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്, ഏതൊക്കെ ഭാഗം കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്നുള്ള ഐഡിയ ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചെയ്ത് പഠിച്ചിരിക്കണം. അപ്പൊ നമ്മൾ കൂടുതലായിട്ടും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പൊ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഇന്നൊരു 5 ക്വസ്റ്റ്യൻ മിക്സ് ചെയ്ത് പഠിപ്പിക്കുകയാണ്. 5 ക്വസ്റ്റ്യൻ ഇട്ടിട്ടുള്ളത്, ഒന്നാമത്തത് കുറച്ച് സൊല്യൂഷൻ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന്, ഫസ്റ്റ് കെമിസ്ട്രിയുടെ സൊല്യൂഷൻ. 2 ഇലക്ട്രോ കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻ ഉണ്ട്. 3 നമ്മളുടെ കെമിക്കൽ കൈനറ്റിക്സ് എന്ന പാഠത്തിലെ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ 3 ചാപ്റ്ററത്തെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 5 ക്വസ്റ്റ്യൻ 3 ചാപ്റ്ററിൽ നിന്നും കൂടി ഇത്രയും കാലം CUET NCET എക്സാമുകൾക്ക് ചോദിച്ച ഒരു 5 ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുണ്ട്, ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുണ്ട്, കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ 5 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the molarity of a solution containing 10 gram of NaOH in 500 ml solution is. അതായത് കാണാൻ ചോദിച്ചിരിക്കുന്നത് മൊളാരിറ്റി ആണ്. മൊളാരിറ്റി ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. മൊളാരിറ്റി കാണാനുള്ള ഇക്വേഷൻ ക്യാപിറ്റൽ ലെറ്റർ M. മൊളാരിറ്റി ഈസ് ഈക്വൽ ടു WB by MB into 1000 by VML. ഇക്വേഷൻ അറിയാം. WB by MB into 1000 by VML. WB എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന മാസ്. നോക്കടാ, ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സൊല്യൂട്ടിന്റെ മാസ് എത്രയാ? 10 ഗ്രാമാ. 10 ഗ്രാമാ. MB എന്ന് പറഞ്ഞാൽ മോളാർ മാസ് ഓഫ് സൊല്യൂട്ടാ. ആരെ കുറിച്ചാ ക്വസ്റ്റ്യനിൽ പറയുന്നതടാ? NaOH അല്ലേ? NaOHന്റെ മോളാർ മാസ് കാണാനുള്ള ഹിന്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ. സോഡിയം, ഇത് Na നാട്ടോ, സ്മോൾ ലെറ്റർ A ആണ്. സോഡിയത്തിന്റെ മാസ് 23 ആ, പ്ലസ് ഓക്സിജന്റെ മാസ് 16 പ്ലസ് ഹൈഡ്രജന്റെ മാസ് 1, എല്ലാം കൂടി ആഡ് ചെയ്താൽ 40 ഗ്രാം പെർ മോൾ എന്ന് കിട്ടും. ആരുടെ മാസ്? മൊളാർ മാസ് ഓഫ് സൊല്യൂട്ട്. ആരാ സൊല്യൂട്ട്? NaOH. വോളിയം തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, VML 500 മില്ലിലിറ്റർ. അറിയാം, ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടെത്തുക. പറ. WB 10 ഡിവൈഡഡ് ബൈ NB 40 ഇൻറ്റു 1000 ബൈ വോളിയം ഇൻ മില്ലിലിറ്റർ 500. നോക്കിക്ക, രണ്ടും കട്ട്. 1/4 ഇവിടെ കട്ട് ചെയ്ത് ഒഴിവാക്കി കൂടെ. ബാക്കി 10/5 എന്ന് പറഞ്ഞാൽ 2 ആ. 1/4 എന്ന് പറഞ്ഞാൽ എത്രയാ? 0.25, കാൽ അല്ലെ? 0.25 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എത്ര ആൻസർ? 0.5 മോളാർ എന്ന ആൻസർ വരിക. 0.5 ഓപ്ഷനിൽ ഇല്ല, പക്ഷെ ഓപ്ഷനിൽ ഏതൊക്കെയുണ്ട്? 5 × 10⁻⁻1 ആണ് ഇത്. 5 × 10⁻⁻2 ആണ്. 5 × 10⁻1, 5 × 10⁻⁻2. അത് തന്നെ തന്നിട്ടുണ്ട്. 5 × 10⁻². ഓക്കെ അല്ലേ? അങ്ങനെ ആക്കണേ. ഓപ്ഷൻ 5 × 10⁻⁻1, 5 × 10⁻⁻2, 5 × 10⁻1, 5 × 10⁻2. ഏതാ ഓപ്ഷൻ? 0.5 വരണമെങ്കിൽ അത് എന്തിന് ഈക്വൽ ആടാ? 5 × 10⁻⁻1 ഈക്വൽ അല്ലേ? 5 × 10⁻⁻1 എന്തിന് ഈക്വൽ തന്നെയാടാ? 0.5 മോളാറിന് ഈക്വലാ. ആൻസർ എത്രയാ? 5 × 10⁻⁻1. കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? മൊളാരിറ്റിയുടെ ഇക്വേഷൻ WB by MB into 1000 by VML. Given mass of solute by molar mass of solute into 1000 by volume in milliliter. ഞാൻ സൊല്യൂഷൻ എന്ന ചാപ്റ്ററിൽ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ പഠിക്കണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. ഫോർ an electrochemical cell, നിങ്ങൾ ഗാൽവാനിക് സെല്ലൊക്കെ പഠിച്ച ആൾക്കാരാണ്, അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സെല്ല് പഠിച്ച ആൾക്കാരാണ്. അതിന്റെ
സെൽ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ, എന്താ സ്പോണ്ടേനിയസ്? ഒരു എക്സ്റ്റേണൽ ഫോഴ്സിന്റെ സഹായമില്ലാതെ ഒരു റിയാക്ഷൻ ഒറ്റക്ക് നടക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്പോണ്ടേനിയസ്. അപ്പോ ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ല് സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ അതിന്റെ ഈ സെല്ലിന്റെ വാല്യൂ എന്തായിരിക്കണം എന്നാണ് ക്വസ്റ്റ്യൻ. ഈ സെല്ലിന്റെ വാല്യൂ പോസിറ്റീവ് ആകണോ, നെഗറ്റീവ് ആകണോ, 0 ആകണോ, 1 ആകണോ എന്നാ ക്വസ്റ്റ്യൻ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഒരാളുടെ ഈ സെല്ലിന്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ ആ റിയാക്ഷൻ എന്തായിട്ട് പറ്റൂ? സ്പോണ്ടേനിയസ് അല്ലെങ്കിൽ ഫീസിബിൾ ആകൂ. പഠിച്ചു വെക്കണേ. ഒരാളുടെ സെൽ പൊട്ടൻഷ്യൽ, ഈ സെൽ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? സെൽ പൊട്ടൻഷ്യൽ ഇലക്ട്രോ കെമിസ്ട്രിയിൽ പഠിപ്പിച്ചതാ. സെൽ പൊട്ടൻഷ്യലിന്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിലാണ് അത് റിയാക്ഷൻ എന്തായിട്ട് വരിക? സ്പോണ്ടേനിയസ് ആവുക. വിച്ച് മീൻസ് ഓപ്ഷൻ 1 സ്പോണ്ടേനിയസ് ആയിരിക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്ന്. ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനിൽ ഇക്വേഷൻ ചെറുതായിട്ടൊന്ന് മാറ്റണേ. ഇക്വേഷനിൽ ചെറിയൊരു മാറ്റം ഉണ്ട് ഈ ക്വസ്റ്റ്യനിൽ, ശ്രദ്ധിച്ചോ. ഈ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഉദ്ദേശിക്കുന്നത് KT ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് R0 മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് R. എടാ, KT ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് R0 മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് R എന്നുള്ള ഇക്വേഷൻ ഏത് ഓർഡർ റിയാക്ഷൻ ആണ് എന്ന്. ഏത് ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റൈറ്റ് ഇക്വേഷൻ ആണ് KT ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് R0 മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് R വരുന്നത് എന്ന്. പഠിച്ചോ മക്കളെ? ഇത് ഏത് ഓർഡർ റിയാക്ഷനാ? ഇത് ഏത് ഓർഡർ റിയാക്ഷൻ ആടാ? 0 ഓർഡറാ. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് 0 ഓർഡറിന്റെ ഇന്റഗ്രേറ്റഡ് റൈറ്റ് ഇക്വേഷൻ K ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് R0 മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് R by T. ഇവരെന്ത് ചെയ്തു? T എങ്ങോട്ട് കൊടുന്നു? KT ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് R0 മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് R എന്നാക്കി. ഇതന്നെ നിങ്ങൾ പഠിച്ചിരിക്കുന്നത്. അതൊന്ന് ഫോം മാറ്റിയെന്നുള്ളൂ. ഏത് ഓർഡറാ? 0 ഓർഡർ റിയാക്ഷനാ. ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ എന്താ എന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. വെറുതെ പറഞ്ഞ ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ K ഈസ് ഈക്വൽ ടു 2.303 by T log concentration of R0 by concentration of R. ഈ ഇക്വേഷൻ ആണെങ്കിൽ ഫസ്റ്റ് ഓർഡർ, ഈ ഇക്വേഷൻ ആണെങ്കിൽ 0 ഓർഡർ റിയാക്ഷൻ ആണ്. അപ്പൊ നമ്മളുടെ ആൻസർ എന്താ മക്കളെ? ഇതൊരു 0 ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ആണ്. തേർഡ് ചാപ്റ്റർ കെമിക്കൽ കൈനറ്റിക്സ്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. അക്കോർഡിംഗ് ടു കൊളീഷൻ തിയറി, കൊളീഷൻ തിയറിയും നമുക്ക് വരുന്ന ചാപ്റ്റർ ഇത് തന്നെയാ. തേർഡ് ചാപ്റ്ററാ, കെമിക്കൽ കൈനറ്റിക്സിലെ ക്വസ്റ്റ്യനാ. കൊളീഷൻ തിയറി പ്രകാരം ഒരാൾ എഫക്റ്റീവ് കൊളീഷൻ ആവണമെങ്കിൽ അവിടെയുള്ള 2 കണ്ടീഷൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാൾ എഫക്റ്റീവ് കൊളീഷൻ ആവണമെങ്കിൽ അവിടെയുള്ള മോളിക്യൂൾസ് പ്രോപ്പർ ഓറിയന്റേഷനിലായിരിക്കണം. മോളിക്യൂൾസ് പ്രോപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്താൽ മാത്രമേ ആ കൊളീഷൻ എഫക്റ്റീവ് ആവൂ. രണ്ടാമത്തെ കാര്യം, മോളിക്യൂൾസിന് മസ്റ്റ് ഹാവ് an എനർജി ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ ആക്ടിവേഷൻ എനർജി. ആക്ടിവേഷൻ എനർജിയെ ഒന്നെങ്കിൽ ആക്ടിവേഷൻ എനർജിക്ക് ഈക്വൽ ആയ എനർജി അല്ലെങ്കിൽ അതിൽ കൂടിയ ഒരു എനർജി ആർക്ക് ഉണ്ടായിരിക്കണം? മോളിക്യൂൾസ് ഉണ്ടായിരിക്കണം. അപ്പൊ ഓപ്ഷൻ ബിയും സിയുമാണ് കറക്റ്റ്. വിച്ച് മീൻസ് 2, B and C are the correct option for collision, effective collision. Yes. Next, last question. നോക്ക്. ഓസ്മോട്ടിക് പ്രഷർ ഏത് പാഠമാടാ? ഓസ്മോട്ടിക് പ്രഷർ എന്നൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാക്കണം ചാപ്റ്റർ സൊല്യൂഷനാ, ഫസ്റ്റ് ചാപ്റ്ററാ. ഓസ്മോട്ടിക് പ്രഷർ എന്നുള്ള മെത്തേഡ് നമുക്കറിയാം. മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാനാ. കുറെ ഉണ്ട്. റിലേറ്റീവ് ലെവലിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷർ മെഷർമെന്റിൽ വരുന്ന അഡ്വാൻറ്റേജുകൾ, ബെനിഫിറ്റുകൾ മറ്റു കൊള്ളിഗേറ്റീവ് പ്രോപ്പർട്ടിയെക്കാളും ഓസ്മോട്ടിക് പ്രഷറിനുള്ള ബെനിഫിറ്റ് എന്താന്ന് കേട്ടോളിയാ. ഫസ്റ്റ് ബെനിഫിറ്റ് നോക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ മോളാർ മാസ് ഓഫ് പ്രോട്ടീൻസ്. ശരിയാണോ തെറ്റാണോ? പ്രോട്ടീൻ പോലുള്ള വലിയ ആൾക്കാരുടെ മോളാർ മാസ് കാണാൻ ഇത് യൂസ് ചെയ്യുന്നു. ശരിയാടാ, ഞാൻ പഠിപ്പിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ മോളാർ മാസ് ഓഫ് അയോണിക് കോമ്പൗണ്ട്. അങ്ങനെ ഒരു സാധനം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടാവും? ഇല്ല. പിന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് ടു അല്ലെങ്കിൽ ഇറ്റ് ഈസ് മെഷേർഡ് അറ്റ്
റൂം ടെമ്പറേച്ചർ പഠിപ്പിച്ചിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിൽ നിങ്ങൾക്ക് ഓസ്മോട്ടിക് പ്രഷർ മെഷർ ചെയ്യാൻ പറ്റും. നോർമൽ ടെമ്പറേച്ചറിൽ നിങ്ങൾക്ക് എന്ത് മെഷർ ചെയ്യാം? ഓസ്മോട്ടിക് പ്രഷർ. മൊളാരിറ്റി ആണ് യൂസ് ചെയ്യുന്നത്. ആരെ യൂസ് ചെയ്യണില്ല? മൊളാലിറ്റി യൂസ് ചെയ്യണില്ല. സ്മോൾ ലെറ്റർ എം അല്ല, ക്യാപിറ്റൽ ലെറ്റർ എം ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഞാൻ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞേക്കണ്. ബാക്കിയുള്ളിടത്തൊക്കെ മൊളാലിറ്റി ആണ്, സ്മോൾ ലെറ്റർ എം ആ. പക്ഷേ ഓസ്മോട്ടിക് പ്രഷറിൽ മാത്രം മൊളാരിറ്റി ആ യൂസ് ചെയ്യുന്നത്. കറക്റ്റ് ആൻസറുകൾ ACD, ഓപ്ഷൻ 1 ACD. ഇതാണ് ഇന്നത്തെ 5 ക്വസ്റ്റ്യൻ. റാപ്പിഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. പഠിക്കണം, വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെ വീണ്ടും നിങ്ങൾക്ക് വീഡിയോകൾ പ്രതീക്ഷിക്കാം. ഓക്കെ, താങ്ക് യു.